ഈ പിന്നീട് എവിക്ഷൻ അനുമോളുടെ PR-നെ വ്യക്തമായിട്ട് കാണിക്കുന്ന രീതിയിലാണ്. അതായത് അനുമോളുടെ PR-നെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു PR-ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടായ പോലെ തോന്നുന്നു. എനിക്കങ്ങനെ അറിയില്ല. അത് അത്രയും വലിയ PR ആണോ പുറത്ത് ഇനി അതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടോ അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോളുടെ PR വർക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തത് ബിന്നിയായിരുന്നു ബിഗ് ബോസിനകത്ത് തന്നെ. ഞാൻ മാത്രമല്ല, എനിക്കത് തെറ്റിദ്ധാരണ തോന്നുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ കേട്ടത് എന്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് അത് PR കൊടുത്തവരാണ് പറയേണ്ടത്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, കാരണം തന്നെ ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കിലൊക്കെ പോലെ തന്നെ ഒരു രീതിയിലും അനുമോൾ എന്ന് പറഞ്ഞൊരു ഗെയിമർ ടാസ്കിലൊക്കെ പരാജയമായിരുന്നു. അപ്പൊ പുറത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ അനുമോളുടെ PR വർക്ക് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിനകത്ത് അനുമോള് നിലനിന്ന് പോകുന്നു എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ബിന്നിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. അതുകൊണ്ടാണ് അത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അനുമോൾ പെർഫോമർ അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പെർഫോമർ ആണ്. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പെർഫോമർ ആണെന്ന് ഞാൻ പറയാം. അതുകൊണ്ടാണ് ബിഗ് ബോസ് തരത്തിലുള്ള ആൾക്കാരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ അവർ എത്ര നാൾ പെർഫോം ചെയ്യും, ഏതൊക്കെ രീതിയിൽ ഫെയിൽ ആവും. ചിലപ്പോൾ 1 വീക്ക് ഒരാൾക്കൊരു ഹൈപ്പ് ആയിരിക്കും, സെക്കൻഡ് വീക്ക് അവർ ഫോൾ ആവും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഗെയിം, പിന്നെ കിട്ടുന്ന ടാസ്കുകൾ, ഇടുന്ന എഫേർട്ട്, അതൊക്കെ അനുസരിച്ച്. ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നതാണ് ഈ ബിഗ് ബോസ്. അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്തു വിട്ടതാണോ ആൾക്കാർ എന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കാത്ത കാര്യങ്ങൾ, അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല. അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എന്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത്. എനിക്ക് തോന്നുന്നു സത്യങ്ങൾ പറയാം. അപ്പൊ ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് സത്യം പറയുമ്പോൾ പുറത്തു വരുന്നത് നെഗറ്റീവ് എന്നത് ഭയങ്കരമായിട്ട് സത്യം പറയുന്നവരെ എല്ലാവർക്കും കുറച്ച് പേടിയല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ പലർക്കും തട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ ടോപ്പ് 5 ബിന്നിയുടെ രീതിയിൽ ടോപ്പ് 5 ബിഗ് ബോസ് ആരൊക്കെ ഉണ്ടാവും? അത് ഇനിയല്ലേ ഗെയിം മാറാൻ പോകുന്നത്. കാരണം ഇനിയുള്ള 4 വീക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എത്രമാത്രം ഓരോരുത്തരും ഇടുന്ന എഫേർട്ട്, എത്രമാത്രം ഗെയിമിനെ അവർ സീരിയസ് ആയിട്ട് കാണുന്നു, ഗെയിം ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാം, ഗ്രൂപ്പുകൾ എങ്ങനെ പൊളിയുമോ ഇല്ലയോ, ഇതെല്ലാം ഇനിയാണ് മാറാൻ പോകുന്നത്. അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം ലീഡായിട്ട് നിൽക്കുന്ന കുറച്ച് പേര്, അതായത് എന്റെ കാൽക്കുലേഷൻ പുറത്ത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ കുറച്ച് ആൾക്കാർ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അത് നടക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇറ്റ്സ് എ ഗെയിം അല്ലേ, മൈൻഡ് ഗെയിം. ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ ബിന്നിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയ ഒരു വ്യക്തി ആരായിരിക്കാം? നെവിനാണ്. എന്തുകൊണ്ടാണ്? നെവിൻ എന്താ പറയാ, നമുക്ക് ചിലർക്ക് ചായ ഭയങ്കര അഡിക്റ്റ് ആണ്. 2 നേരം കുടിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ്. അത് നെവിന്റെ ഒരു എനർജി, നെവിന്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ്, എന്റർടൈൻമെന്റ്, അവന്റെ ഒരു വേ ഓഫ്, അതൊരു ഡിഫറെന്റ് ആണ്. അത് ബാക്കിയുള്ളവരുടെ എല്ലാവരെക്കാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഇത്ര ദിവസം നിന്നതിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് തോന്നിയ ഒരു പേഴ്സൺ ആരായിരിക്കാം? ഏത് രീതിയിലും എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടും നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഗെയിം അല്ലേ. എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം അങ്ങനെ കോർണർ ചെയ്ത് പറയണം എന്ന് താല്പര്യം. താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരാമർശം ഒരു ഗെയിം അല്ല. അപ്പൊ പരാമർശിക്കട്ടെ, അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണുന്ന ഓഡിയൻസ്, ഫുൾ എപ്പിസോഡ്സ് കാണുന്ന 24/7 കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ, ഞാനാണോ അത്ര പേര് കിട്ടാൻ ഡിസേർവ്ഡ് ആണോ അല്ലയോ. പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗെയിമിന്റെ പാർട്ട് ഓഫ്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. ഒരാൾ ഒരു പേരിട്ട് തന്നു, പക്ഷെ അത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ട് ഇറങ്ങി എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്.